യുഎഇയിൽ അലേർട്ട് മെസ്സേജുകൾ വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് യുഎഇയിൽ ഈ നിലയിൽ അലേർട്ട് മെസ്സേജുകൾ വരുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ GCC മേഖലകളിലേക്ക് ഈ യുദ്ധത്തിന്റെ ഏറ്റവും ദുരിതപൂർണമായ വശം അത് വ്യാപിക്കുന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. ഇപ്പോൾ അതിന്റെ തുടർച്ചയിലാണ് യുഎഇയിൽ നിന്നുള്ള ഈ അലർട്ട് മെസ്സേജിന്റെ നിർദ്ദേശം കൂടി വരുന്നത്, വിവരങ്ങൾ കൂടി വരുന്നത്. ഇതാ റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഹീസ്, രണ്ടാം ഘട്ടവും അലർട്ട് മെസ്സേജുകൾ വരികയാണ് യുഎഇയിൽ, അല്ലേ? അക്ഷിത, ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇത് രണ്ടാം തവണയാണ് അലേർട്ട് മെസ്സേജുകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ രാത്രി ഇതേ സമയത്തോടനുബന്ധിച്ച് യുഎയുടെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ആക്രമണം ഉണ്ടായിരുന്നു. അബുദാബിയിലും ദുബായിലും ഒക്കെ പല കേന്ദ്രങ്ങളിലായി ആക്രമണം നടന്നു. അത് ദുബായ് തങ്ങളുടെ വലിയ സിംബലുകളായിട്ടൊക്കെയും പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടന്നു. അത് ആക്രമണം നടത്തി അത് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ബുർജൽ അറബ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആകർഷണമായി യുഎഇ മുന്നോട്ട് വെക്കുന്ന ഇടങ്ങളിൽ പോലും കേടുപാടുകൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ആ തരത്തിലാണ് ഇന്നും രാത്രി ഇപ്പോൾ ഈ ഒരു മെസ്സേജ് അലേർട്ട് വരുന്നത്. ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് മുൻപ് മാത്രമാണ് ഈ യുഎഇയിലെ ഫോണുകളിലേക്ക് മെസ്സേജുകൾ വരുന്നത്. ഇന്നലത്തെ പോലെ തന്നെ വിവിധ ഭാഷകളിൽ ഈ അലേർട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, അല്പസമയം മുൻപാണ് ഈ വിദേശകാര്യ മന്ത്രിമാരുടെ ഒക്കെയും ഒരു യോഗം ചേർന്നത്. അതിന്റെ ഒക്കെയും പശ്ചാത്തലത്തിൽ യുഎഇയിൽ ഇപ്പോൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പൊതുവിൽ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളൊക്കെ ഇങ്ങനെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നതിനിടയിൽ ടെഹ്റാനിലെ യുഎഇ എംബസി പൂർണ്ണമായും അടക്കുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം തിരികെ വരണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ എന്തായാലും ഒരു ആക്രമണം യുഎഇ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ദുബായിലും അബുദാബിയിലും ഒക്കെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായതുപോലെയുള്ള ആക്രമണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് യുഎഇ വലിയ നിലയിലുള്ള മുൻകരുതലുകളിലേക്ക് കടക്കുന്നുണ്ടല്ലോ റഹീസ്. നോക്കൂ, ഇപ്പോൾ നാളെയും മറ്റന്നാളും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് യുഎഇ എത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും ഉള്ള ഒരു വലിയ ആക്രമണ സാധ്യത യുഎഇ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണോ കരുതാൻ? അക്ഷിത, തീർച്ചയായിട്ടും ആ ഒരു സാധ്യത യുഎഇ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് നേരിടാൻ യുഎഇ സജ്ജമാണ്. അപ്രതീക്ഷിതമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു മൂഡിൽ തന്നെയാണ് ഇപ്പോൾ യുഎഇ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അവിടുത്തെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ചില യുഎഇ നേതാക്കളുടെ പ്രതികരണം, ഒപ്പം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവർ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി പ്രതീക്ഷിക്കുന്ന ഒരു ആക്രമണം നടക്കുന്നു. അതിനെ തടുക്കാൻ ചെറുക്കാൻ ഒക്കെയും സജ്ജമാണ് എന്നുള്ളത് യുഎഇ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരു പ്രത്യാക്രമണം എപ്പോൾ അല്ലെങ്കിൽ ഏത് നിലയ്ക്ക് എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ലാത്തത്. അത് ആക്രമണം എന്തായാലും നിലവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 1-2 ദിവസത്തേക്ക് ഈ പ്രത്യാക്രമണം എന്നൊന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് ഇത്തരത്തിൽ അത് ഇറാനെ തള്ളിക്കൊണ്ടുള്ള നിലപാട് എപ്പോഴും സ്വീകരിക്കും. ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല, ന്യായീകരിക്കില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായി ഒരു നിലയ്ക്കും അമേരിക്കയോടോ ഇസ്രായേലിനോടൊപ്പം ചേരാൻ കഴിയില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒമാന്റെ നിലപാടുമൊക്കെ ഈ യോഗത്തിൽ വളരെ നിർണായകമായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആളുകൾ ഏറ്റവും കുറച്ച് റോഡിലേക്ക് ഇറങ്ങണം. പൊതു ഇടങ്ങളിൽ ഈ പ്രധാന സമയങ്ങളിൽ ആളുകൾ വളരെ കുറച്ച് മതി, അത്യാവശ്യത്തിന് മാത്രം ആളുകൾ മതി എന്നുള്ളത് പറയാതെ പറയുക തന്നെയാണ് യുഎഇ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നാളെ സ്കൂളുകളില്ല, വർക്ക് റിമോട്ടായിട്ടാണ് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ കമ്പനികൾ അത്തരത്തിൽ റിമോട്ട് വർക്ക് ഏർപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതിരിക്കുന്നു. ഒപ്പം ഈ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെയും അടച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്തൊക്കെയും ഈ ജബൽ ജെയ്സ് പോലെയുള്ള മേഖലകളിലൊക്കെയും അല്ലെങ്കിൽ പലതരത്തിൽ പ്രത്യേകിച്ച് തണുപ്പ് കാലം കൂടി ആയതുകൊണ്ട് ടെന്റുകളൊക്കെ കെട്ടി ആളുകൾ പോയി നോമ്പ് തുറയും ഇഫ്താറൊക്കെ നടത്തുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതൊന്നും വേണ്ട എന്ന നിലയിലേക്കാണ് പരോക്ഷമായി ഈ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ ഓരോ നിമിഷവും പുറത്തു വരുന്ന നിർദ്ദേശങ്ങളൊക്കെയും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ കാഷ്വാലിറ്റി ഏതെങ്കിലും നിലയ്ക്ക് ഉണ്ടായാൽ അത്
എപ്പോഴും UAE പറയുന്നത് തങ്ങൾ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അതിൽ നിന്നും ഈ മിസൈലുകളൊക്കെ കേടുപാടുകൾ ഉണ്ടായി അതിന്റെ ഒരു നിരായുകരിച്ചു വരുന്ന മിസൈലുകളുടെ ഭാഗങ്ങൾ വീണുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാഷ്വാലിറ്റീസ് മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് UAE പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.